ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ബഡി ലോൺ പേഴ്സണൽ ലോൺ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്, ബഡി ലോൺ എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ NBFC വഴിയാണ് നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ലോൺ ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കുവാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ചുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആദ്യമായി തന്നെ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, മാസം നമുക്ക് സാലറി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സാലറി 15,000 അതിൽ കൂടുതലോ ഉള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ നമുക്ക് 650 അതിന് മുകളിലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ ഇവരൊരു എക്സാമ്പിൾ ലോണിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ലോൺ എടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ എളുപ്പത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഏകദേശം 1 ലക്ഷം രൂപ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 13% വരിക. അതേപോലെ തന്നെ ലോണിന് കാലാവധി നമുക്ക് EMI ലഭിക്കുക 12 മാസത്തേക്കാണ് നമുക്ക് EMI ലഭിക്കുക. അതേപോലെ തന്നെ മന്ത്ലി EMI എന്ന് പറയുന്നത് 8,932 രൂപ വെച്ച് നമ്മൾ ഈ 12 മാസവും 1 ലക്ഷം രൂപ എടുക്കുമ്പോൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നത് 1,07,181 രൂപയാണ്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7,181 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ എത്രയാണോ ലോൺ എടുക്കുന്നത് ആ എമൗണ്ടിൻ്റെ 2% നമുക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരിക. അതേപോലെ തന്നെ GST എന്ന് പറയുന്നത് ഇതിൽ 1 ലക്ഷം രൂപയ്ക്ക് 588 രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ ലോൺ ആപ്ലിക്കേഷൻ തികച്ചും ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ്. കർണാടകയിലാണ് ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ കർണാടക ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ് ഈ ബഡി ലോൺ എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഈ വീഡിയോയിലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ലോണിന് ആവശ്യമുള്ളവർ മാത്രം ലോണിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ കയറി ആരും ട്രൈ ചെയ്യരുത്. വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ വെറുതെ കയറി കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലോണിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.